മറ്റൊന്നുള്ളത് തിരുവനന്തപുരം ചിറയൻകീഴിലായിരുന്നു. കഴിഞ്ഞ ദിവസം 8 വയസ്സുകാരനാണ് പാമ്പ് കടിയേറ്റ് മരിച്ചത്. അതിൽ വലിയ പരാതി ഉൾപ്പെടെ ഉയർന്നു വന്നിരുന്നു. കൃത്യമായി ആന്റിവെനം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഈ കുഞ്ഞിന് നൽകിയില്ല എന്ന പരാതിയൊക്കെ ഈ കുട്ടിയുടെ പിതാവ് ഉന്നയിക്കുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ സംഭവത്തിൽ ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. പാമ്പ് കടിയേറ്റു എന്ന് സ്ഥിരീകരിക്കാനായില്ല എന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. രക്തപരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. ആശുപത്രിയിൽ ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടായിരുന്നുവെന്നും ആ റിപ്പോർട്ടിലുണ്ട്. അക്ഷയ കൃഷ്ണാനന്ദ വിവരങ്ങൾ നൽകും. അക്ഷയ, 8 വയസ്സുകാരന്റെ മരണത്തിൽ DMO അടിയന്തരമായ റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു നിർദ്ദേശിച്ചത്. അതിലാണ് ഇപ്പോൾ ഒരു വിശദീകരണം വന്നിരിക്കുന്നത്. ആന്റിവെനം സ്റ്റോക്ക് ഉണ്ടായിരുന്നു, പക്ഷേ പാമ്പ് കടിയേറ്റു എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അത് നൽകാഞ്ഞത് എന്നാണോ DMOയ്ക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്? തീർച്ചയായും അങ്ങനെയാണ് ദിവ്യ. ഇപ്പോൾ സൂപ്രണ്ട്, അതായത് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് DMOയ്ക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം, ആ റിപ്പോർട്ടിലുള്ളത് അങ്ങനെയാണ്. രക്തപരിശോധനയിൽ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. സാധാരണ ഇത്തരത്തിലുള്ള കേസുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, രക്തപരിശോധന. അതായത് ഈ 20 മിനിറ്റ് ഹോൾ ബ്ലഡ് ക്ലോട്ടിംഗ് ടെസ്റ്റ്, അതായത് ഈ ഒരു രക്തം കട്ട പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന കാര്യമൊക്കെ ചെയ്യുന്ന ചില ബ്ലഡ് ടെസ്റ്റുകളാണുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തപ്പോഴൊന്നും അതിൽ പാമ്പ് കടി ഏറ്റു എന്നുള്ളതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സൂപ്രണ്ട് നൽകിയിട്ടുള്ള ഒരു വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ അച്ഛൻ വളരെ വൈകാരികമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കുഞ്ഞിനെ മര്യാദയ്ക്കൊന്നും നോക്കിയിട്ടില്ല, ഡോക്ടർ വളരെ അധിക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു സംസാരിച്ചത് എന്നുള്ള പരാതിയൊക്കെ തന്നെ ദിക്ഷന്റെ പിതാവ് ഉയർത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ DMO അടിയന്തരമായ റിപ്പോർട്ട് തേടിയത്. ഇന്നലെ ആരോഗ്യമന്ത്രി ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. അതുപ്രകാരം താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രികളിലും ആന്റി സ്നേക്ക് വെനം ലഭ്യമാണ് എന്നുള്ളതായിരുന്നു അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ശരിയാണെന്ന് തെളിയിക്കുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് എന്തായാലും ചിറയൻകീഴ് താലൂക്ക് സൂപ്രണ്ട്, ആശുപത്രി സൂപ്രണ്ട്. ഈ കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവർ കൃത്യമായി ഡോക്ടർമാരോട് പറഞ്ഞിരുന്നില്ലേ പാമ്പ് കടിയേറ്റത് തന്നെ ആവാനാണ് സാധ്യത? അപ്പോൾ അതിനുശേഷം ആ മുറിവ് പരിശോധിക്കുക, പാമ്പ് കടിച്ചതാണോ എന്നൊക്കെ സ്ഥിരീകരിച്ച് കാണില്ലേ ഹോസ്പിറ്റലിൽ തന്നെ? ഏറ്റു എന്നെങ്കിൽ എന്താണ് കടിച്ചത് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ധാരണ വരണമെന്നുണ്ടെങ്കിൽ അത് രക്തപരിശോധനയിൽ തെളിയേണ്ടതാണ്. ഇത് രക്തപരിശോധനയിൽ തെളിഞ്ഞില്ല എന്നുള്ളതാണ് ഈ സൂപ്രണ്ട് നൽകിയിട്ടുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത്. അത്തരത്തിൽ രക്തപരിശോധനയിൽ തെളിയാത്ത മൂലം അവർക്ക് അതിൽ ആന്റി സ്നേക്ക് വെനം നൽകുക എന്ന് പറയുന്നത് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവർക്ക് അതിനകത്തൊരു കൃത്യതയില്ല. അങ്ങനെയാണ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഇപ്പോൾ സൂപ്രണ്ട് അങ്ങനെ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. രക്തപരിശോധനയിൽ ഇത് കണ്ടില്ല എന്നുള്ളതാണ് സൂപ്രണ്ട് നൽകിയിട്ടുള്ള വിശദീകരണം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ അന്വേഷണങ്ങളെല്ലാം തന്നെ ഉണ്ട്. ഇത് അടിയന്തരമായി നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത വരുന്നതിന് വേണ്ടിയിട്ട് DMO അന്വേഷണം തന്നെ നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ എന്തായാലും ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം, പ്രാഥമികമായി അടിയന്തരമായി DMO ചോദിച്ച റിപ്പോർട്ട് പ്രകാരം അതിലുള്ളത് ഇങ്ങനെയാണ്: ആന്റിവെനം ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, പക്ഷേ രക്തപരിശോധനയിൽ പാമ്പ് കടിയേറ്റതാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആശുപത്രി നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്. ദിവ്യ.